ഹായ്. രേഖാചിത്രം ഡയറക്ടഡ് ബൈ ജോഫിൻ. 2024 ആസിഫ് അലി എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടുന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു കിടിലൻ സ്റ്റാർട്ടിംഗ് ആണ് 2025 ഗംഭീരമായിട്ടുള്ള പടം. ഈ പടത്തിന്റെ ടൈറ്റിൽ രേഖാചിത്രം എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ ഈ പടത്തിന്റെ ആ ഒരു ബ്രില്യൻസ് നമുക്ക് കാണാം. സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകും. ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ത്രില്ലർ എന്ന് നമുക്ക് വേണമെങ്കിൽ സിനിമയെ പറയാം. അതായത് യഥാർത്ഥത്തിൽ നടന്ന ഒരു ഇൻസിഡന്റിന്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തതിന് ശേഷം ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ട് അത് പിന്നെ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയാണ് ഈ സിനിമയിൽ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഡ്, അതുപോലെ തന്നെ ഇയോബിന്റെ പുസ്തകം, വടക്കൻ വീരഗാഥ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, അതിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു പാരലൽ സ്റ്റോറി ഉണ്ടാക്കുക, പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോവുക. അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. 1985 മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഇൻസിഡന്റിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ത്രില്ലർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ഇൻസിഡന്റിന് 40 വർഷങ്ങൾക്ക് ശേഷം ഒരു പോലീസുകാരൻ അന്വേഷിച്ചു പോകുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. വിവേക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു പോലീസ് റോളാണ്. അപ്പോൾ പോലീസ് റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, മലയാള സിനിമയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലീഡർ എന്നെല്ലാം പറയുന്നത് ഒന്നല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച പോലീസുകാരൻ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയ പോലീസുകാരൻ, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആവാൻ നിൽക്കുന്ന പോലീസുകാരൻ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒരു സാധാരണ പോലീസുകാരനെ വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ പടത്തിൽ വളരെ നോർമൽ ആയിട്ടുള്ള സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടില്ല, ട്രാൻസ്ഫറൊക്കെ കിട്ടുന്ന ഒരു സാധാരണ കേരള പോലീസാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത്. ആസിഫ് അലി നല്ല കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുറ്റവും ശിക്ഷയും സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആയിരുന്നു ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാസാവേണ്ട സ്ഥലത്ത് നല്ല ഗംഭീരമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു സീൻ എന്ന് പറയുന്നത് ഈ മനോജ് കെ ജയനും അതുപോലെ തന്നെ ആസിഫ് അലിയും ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നൊരു സീനുണ്ട്. അത് കിടിലമായിരുന്നു. ആ ഭാഗത്ത് നമ്മുടെ മജീദ് നല്ല കിടിലമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലാണ് കേട്ടോ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമയുടെ മൂഡ് തന്നെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. 2-3 സീനുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ആസിഫ് അലി ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇയാൾ ഒരു ചർച്ചിൽ പോകുന്നൊരു സീനുണ്ട്. അതിൽ ഇയാളിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ ഒരു മൂഡായിരിക്കും. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്ത് ഒരു BGM പടച്ചു വിട്ടിട്ടുണ്ട്, ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ പടത്തിന്റെ ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ വോയിസ് ഓവർ വരുന്നൊരു ഭാഗമുണ്ട്. അവിടെയും ഇയാളൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ ടച്ചിങ് ആയിരുന്നു. ഈ സിനിമയിൽ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സായ്കുമാർ, സിദ്ദീഖ്, മനോജ് കെ ജയൻ, അതുപോലെ തന്നെ അനശ്വര രാജൻ. അനശ്വരയുടെ ഒക്കെ കിടിലമായിട്ടുള്ള പെർഫോമൻസ് ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ ഒരു നടിയില്ലേ, സലീമ എന്ന് പറഞ്ഞാണ് അവരുടെ പേര്, ആരണ്യകം മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു ആക്ട്രസിന്റെ പെർഫോമൻസും നന്നായിരുന്നു. പിന്നെ ഈ സിനിമ 2 പീരീഡിലാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 1985 ക്യാരക്ടേഴ്സും ഇതേ കഥാപാത്രങ്ങൾ തന്നെ 2025 അല്ലെങ്കിൽ 2024 കയറി വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസിലും ഇവർ ഈ കുട്ടികൾ, അതായത് അവരുടെ മക്കളെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ സിനിമയിൽ കമൽ അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്ടർ കമലിന്റെ മോനാണ് കമലിന്റെ ചെറുപ്പകാലം ചെയ്തിട്ടുള്ളത്. സിദ്ദീഖിന്റെ മോനാണ് സിദ്ദീഖിന്റെ ചെറുപ്പകാലം ചെയ്തിട്ടുള്ളത്. പിന്നെ AI ഉപയോഗിച്ചിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മോശമാക്കിയിട്ടുള്ള നല്ല ബ്രില്യൻ്റ് ആയി തന്നെ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത്. ജോൺ ആണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, നന്നായി, അതായത് ലൂപ്പ് ഹോളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. നല്ല രീതിയിൽ തന്നെ പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പാരലൽ സ്റ്റോറി ആണല്ലോ, ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞു പോകുന്നത്. മലയാള സിനിമയുടെ ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടെ ജോൺ പോൾ എന്ന് പറയുന്ന റൈറ്ററിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി അദ്ദേഹം സഫാരി ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അവരുടെ സ്റ്റോറി, അവരുടെ മെമ്മറിയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ മുത്താരംകുന്ന് പിയോ എന്ന് പറയുന്ന സിനിമയുടെയും ഒരു ചെറിയൊരു ഭാഗം ഈ സിനിമയിൽ വരുന്നുണ്ട്. കാതോട് കാതോട് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ചെറിയ പാട്ട് സീനിന്റെ ഒരു കഷ്ണത്തിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടോ. നമുക്കൊരു അസൂയ തോന്നുന്നത് ഇങ്ങനെയല്ല ആൾക്കാർ ചിന്തിക്കുമെന്ന്. അത് മോശമാക്കാത്ത രീതിയിൽ നല്ല പഴുതടച്ച് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുടെ പെർഫോമൻസ്, ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അനശ്വര രാജൻ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു റോളാണ്. പക്ഷെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ 2 ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. 2 ഗസ്റ്റ് അപ്പിയറൻസും അടിപൊളിയായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് പ്രതീക്ഷിച്ചു, പക്ഷെ അതിനേക്കാളും നല്ല രീതിയിൽ ഒരു വോയിസ് ഓവറിൽ കൂടിയാണ് അയാൾ വരുന്നത്. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള സീനായിരുന്നു. അതായത് അത്രയും സമയം ഉണ്ടായിരുന്ന മൂഡല്ല ആ ഒരു ഒറ്റ സീനിൽ. അതായത് അയാൾ നേരിട്ട് വന്നിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ ഒരു ഇരട്ടി ഇമ്പാക്റ്റ് ആ ഒരു വോയിസ് ഓവറിൽ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് നന്നായിരുന്നു. പിന്നെ ഈ വോയിസ് ഓവർ 85 കഥാപാത്രങ്ങളുടെ വോയിസും 25 കഥാപാത്രങ്ങളുടെ വോയിസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതും നല്ല രീതിയിൽ തന്നെ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ടെക്നോളജി നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കഥാപാത്രം 85 വരുന്നുണ്ട്, 2025 വരുന്നുണ്ട്, സെയിം ആള് തന്നെ. അപ്പൊ ഇയാളുടെ വോയിസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇല്ലേ, നല്ല രീതിയിൽ തന്നെ സിനിമയിൽ നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവർ
അറിഞ്ഞ് തന്നെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് ആണ്. മ്യൂസിക്കിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, സിനിമയെ വേറൊരു ലെവലിലേക്ക് എലവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയും നന്നായിരുന്നു. ഈ അതിരപ്പള്ളി, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ ഹൈ റേഞ്ച് ഏരിയാസ്, പിന്നെ ആലപ്പുഴ ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. നല്ല വിഷ്വലി അടിപൊളിയായിട്ടുള്ള, എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ പടം. ഈ പടം പാളിപ്പോകാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഇല്ലാതെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പടത്തിൽ ആക്ച്വലി ഇന്റർവെൽ ഇല്ല. അതല്ല കേട്ടോ മോശം കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ വിവരമില്ലാത്ത തിയേറ്റർ ഓണേഴ്സ് എന്തെന്നറിയോ, ഈ പടം സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 1 മണിക്കൂർ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് കിട്ടും. അത് ഒരിക്കലും പോസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ സിനിമയുടെ ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത്. സിനിമയിൽ ആക്ച്വലി ഇന്റർവെൽ ഇല്ല, പക്ഷെ ഈ തിയേറ്ററുകാർ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഇന്റർവെല്ലാണ്. അത് വളരെ മോശമായിരുന്നു. നമ്മൾ ഈ ഹോളിവുഡ് മൂവീസ് എല്ലാം കാണുന്ന സമയത്ത് അതിലെവിടെയാണ് ഇന്റർവെൽ ഉള്ളത്? ഒരു സ്ഥലത്ത് പോലും ഇന്റർവെൽ ഇല്ല. അതുപോലെ ഒരു ഹോളിവുഡ് മൂഡിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. പുതിയ മലയാളത്തിലെല്ലാം അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഈ സിനിമ പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ തോന്നില്ല. അങ്ങനെ ഒരു മോശം കാര്യം ഈ തിയേറ്ററുകാരുടെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അതർവൈസ് സിനിമ നല്ല അടിപൊളിയായിരുന്നു. നല്ല ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടി നോക്കുക. സിനിമയിൽ ആസിഫ് അലി മാസായിട്ട് മാസ് എലവേഷനിലേക്ക് വരുന്ന ചില സീനുകളുണ്ട്. അയാള് ഒരു നോർമൽ പോലീസുകാരനാണെങ്കിൽ പോലും അങ്ങനെയുള്ള 1-2 ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സ്റ്റാർട്ടിംഗ് ആണ് 2025 കിട്ടിയിട്ടുള്ളത്. കിടിലമായിട്ടുള്ള പടം, രേഖാചിത്രം അടിപൊളി.